ഗൈസ്, ആക്ടർ ബാലയും ബാലയുടെ എക്സ് വൈഫുമാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം അമൃത ബാലയ്ക്കെതിരായിട്ട് ഒരു കേസ് കൊടുത്തതിനനുബന്ധിച്ച് എലിസബത്ത് FBയിൽ ഒരു പോസ്റ്റ് കൂടെ ഇട്ടപ്പോഴേക്കും ഈ ഒരു കഥയ്ക്ക് ഒരു ട്വിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങി ചെന്നാൽ ലൂപ്പ് പോലെ നമ്മൾ അതിനകത്ത് ചുറ്റിക്കൊണ്ടിരിക്കും. കാരണം നമുക്കിതിൻ്റെ തുടക്കവും മനസ്സിലാവില്ല, അവസാനവും മനസ്സിലാവാത്ത രീതിയിൽ ചുറ്റി പിണഞ്ഞ് നമ്മൾ അതിനകത്ത് തന്നെ കിടക്കും. അപ്പോൾ ഇതിനകത്ത് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നിയ ഒരു പോയിൻ്റ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എലിസബത്ത് FBയിൽ ഒരു പോസ്റ്റ് ഇട്ടു. എന്നാൽ ആ ഒരു പോസ്റ്റിനനുബന്ധിച്ച് ഇപ്പോൾ അവർക്ക് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ കാണുന്നവർ മിക്കവരും നിങ്ങൾ ആ പോസ്റ്റ് കണ്ടിട്ടുണ്ടാവും. ഉപയോഗിച്ച ഒരുപാട് ട്രോമാസ് അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടാണ് ടൈപ്പ് ചെയ്തേക്കുന്നത്. അതിനെ ബന്ധപ്പെടുത്തിയാണ് ആളുകൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഡോക്ടറായിട്ട് ഇങ്ങനെയൊക്കെയാണോ, സ്പെല്ലിംഗ് പോലും കറക്റ്റായിട്ട് അറിയത്തില്ല, ഇതുപോലെയാണോ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ രോഗികൾക്ക് കൊടുക്കുന്നത് എന്ന രീതിയിലൊക്കെയാണ്. എനിക്കിവിടെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ അത്രയേറെ ടെൻഷനിലായിരിക്കുമ്പോൾ, നിങ്ങൾ അത്രയേറെ ദേഷ്യത്തിലിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിലേക്കും വേഗത്തിലായിരിക്കും നിങ്ങളുടെ ബ്രെയിൻ തിങ്ക് ചെയ്യുക. അപ്പോൾ മാക്സിമം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് തീർക്കാനായിരിക്കും ശ്രദ്ധിക്കുക. അല്ലാതെ അതിൻ്റെ പുറകെ പോയിട്ട് ഞാൻ ടൈപ്പ് ചെയ്ത സ്പെല്ലിംഗ് എല്ലാം കറക്റ്റായിരുന്നു എന്ന് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥയൊന്നും അപ്പോൾ ഉണ്ടാവത്തില്ല. പിന്നെ ചിലരൊക്കെ കുറ്റപ്പെടുത്തുന്നത് ഫോണിൽ ഓട്ടോ കറക്ഷനൊക്കെ ഉണ്ടാവും. ഈ ഓട്ടോ കറക്ഷൻ ഓഫ് ചെയ്തിട്ടിരിക്കുന്നവരും ഉണ്ടാകും. അപ്പോഴും ഇവർക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഒരു പ്രശ്നമാകുന്നില്ല. കാരണം അത്രയ്ക്കും ട്രോമയിലൂടെയാണ് ആ ഒരു പെൺകുട്ടി കടന്നു പോയിട്ടുള്ളത്. ഡിപ്രഷൻ്റെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണത്. അപ്പോൾ ഒരാളുടെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം അവരെ കുറ്റം പറയാതിരിക്കുക, ഒന്ന് ചിന്തിക്കുക എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. അല്ലാതെ എന്തെങ്കിലും കാണുമ്പോഴത്തേക്കും എടുത്ത് ചാടി അവരെ കുറ്റം പറഞ്ഞ് കരി വരുത്തേക്കല്ല. പിന്നെ ബാലയുടെ കേസ് പറയുകയാണെങ്കിൽ ആദ്യം ചന്ദന, പിന്നെ അമൃത, പിന്നെ എലിസബത്ത്, അതിനുശേഷം കോകില. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടാവുമെന്നൊന്നും അറിയാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ബാലേനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് അതിനേക്കാളും നമുക്ക് കോമഡിയൊക്കെ തോന്നുന്നത്. എത്രയും പെട്ടെന്ന് അമൃതയ്ക്കും എലിസബത്തിനും ഒന്ന് നീതി കിട്ടട്ടെ. അതുമാത്രമേ എനിക്കിപ്പോൾ ഈ കേസിൽ പറയാനുള്ളൂ.